നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയോ? നല്ല എക്സ്പീരിയൻസ് ഡ്രൈവറാണ് നിങ്ങൾ? ലൈസൻസ് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? എങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സൂപ്പർ ഒരു ബിസിനസ്സായിട്ടും സർവീസായിട്ടും അതേപോലെ തന്നെ ഒരു ജോബ് രീതിയിലും വേണമെന്നുണ്ടെങ്കിൽ ജോബ് പോലെയായിട്ടും അല്ലെങ്കിൽ ഒരു എന്താ പറയുക പാർട്ട് ടൈമോ ഫുൾ ടൈമോ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർ ഒരു പ്ലാൻ ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കയ്യിൽ ലൈസൻസ് ഉണ്ടാവണം, നിങ്ങൾ നല്ല എക്സ്പീരിയൻസ് ഡ്രൈവർ ആയിരിക്കണം, എല്ലാ രീതിയിലുള്ള വണ്ടികളും ഓടിക്കാൻ അറിയുന്ന ആളുകളായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം ടൈപ്പ് വണ്ടികളാവാം, സാധാരണ വലിയ വണ്ടികളാവും, ചെറിയ വണ്ടികളാവാം. അപ്പോൾ അങ്ങനത്തെ കാറുകളൊക്കെ ഓടിക്കാൻ അറിയുന്ന നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ജോലിയും ഒരു കാര്യങ്ങളും ഇല്ല, നമ്മൾ ഫുള്ള് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്, നമുക്ക് ജോലി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ്, നമുക്കൊരു ജോലിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് അറിയാം, ലൈസൻസ് ഉണ്ട്, നമ്മൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ദിസ് ഈസ് ഇക്ബാൽ ഹുസു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. നമ്മൾ തുടങ്ങാൻ പോകുന്ന ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത്, ഇതിനെ നിങ്ങൾക്ക് ഒരു ബിസിനസ് രീതിയിൽ എടുക്കാം, അതല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ജോബ് എന്നുള്ള രീതിയിൽ എടുക്കാം, ഫുൾ ടൈം എടുക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പാർട്ട് ടൈമോ ഫുൾ ടൈമോ ഏത് രീതിയിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എടുക്കാം. നിങ്ങൾക്കൊരു ബിസിനസ് മൈൻഡുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ലെവലിൽ ബിസിനസ്സിൻ്റെ ഫോമാറ്റിൽ ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഒരുപാട് ആളുകൾ എന്താ പറയുക, ജോലി ഇല്ലാതെ അല്ലെങ്കിൽ എന്താ പറയുക ചെറിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ തുടങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ പ്രദേശത്തും നമ്മുടെ നാട്ടിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ ഇതിനെ നമ്മൾക്ക് ആകെ ആവശ്യമായിട്ട് വരുന്ന എന്താണ്, നമ്മുടെ കയ്യിൽ ലൈസൻസ് വേണം. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ 4 വീൽ ഡ്രൈവ് ചെയ്യാൻ അറിയണം. എന്നാൽ ഏത് റോട്ടിലൂടെയും നമ്മൾക്ക് ഭയമില്ലാതെ നല്ല രീതിയിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയണം എന്നുള്ളതാണ് നമ്മൾക്ക് വേണ്ട ഏക ക്വാളിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു കഴിവ് എന്ന് പറയുന്നത്. നമുക്ക് പ്രത്യേകമായിട്ടൊരു പൈസ ചിലവോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് മുതലാളിമാരും അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഫാമിലി വീടുകളിൽ ഒക്കെ വണ്ടികളുണ്ട്, പ്രൈവറ്റ് വണ്ടികൾ ഉണ്ടാവാറുണ്ട്, കാറുകൾ. അപ്പോൾ പല ആളുകൾക്കും പല ഫാമിലീസ് ആവട്ടെ അല്ലെങ്കിൽ പ്രായം ചെന്ന ആളുകളുണ്ട്, പല വീടുകളിൽ പ്രായം ചെന്ന ആളുകളുണ്ട്, അതേപോലെ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്, അതേപോലെ തന്നെ പല രീതിയിലും വീട്ടിൽ കാറുണ്ട്, പക്ഷെ അവർക്ക് സ്ഥിരമായിട്ട് ചിലപ്പോൾ ഡ്രൈവർ ഉണ്ടാവില്ല. അപ്പോൾ അവർ തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആവശ്യ സമയത്ത് അവരെന്ത് ചെയ്യും, അടുത്തുള്ള ആരെങ്കിലൊക്കെ ഡ്രൈവിംഗ് അറിയുന്ന ആളുകളൊക്കെ വിളിച്ച് ഒരു ദിവസത്തെ ഒരു കൂലിയും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവരെ കാര്യങ്ങൾ എവിടേക്കാണ് അവർക്ക് പോകേണ്ടത് അവിടെ പോയി വരിക എന്നുള്ള രീതിയിൽ ഒരു ആക്ടിങ് ഡ്രൈവർ എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആളുകളെ വിളിക്കാറുണ്ട്. അവർക്ക് എവിടെയാണ് പോയി വരാനുള്ളത് അവിടെ പോയി വന്ന് അവർ അന്നത്തെ ഓടിയതിനുള്ള ക്യാഷ് കൊടുത്ത് അവർ പരിപാടി കഴിഞ്ഞു. അത് സ്ഥിരമായിട്ടുള്ള പരിപാടിയല്ല. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ഡ്രൈവറെ വിളിക്കുന്നവരുണ്ട്. ചില വീടുകളിൽ പ്രായം ചെന്ന ആളുകളേക്കും അവർക്ക് പല സ്ഥലങ്ങളും ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ മറ്റുള്ള ഫംഗ്ഷനുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഡ്രൈവർമാരില്ലാതെ ബുദ്ധിമുട്ടുന്ന വീടുകളുണ്ട്. അപ്പോൾ ഇതുപോലെ വണ്ടി ഉണ്ട്, പല വണ്ടിയുള്ള വീടുകളാണ്, പലരും വണ്ടി ഉണ്ട്. അപ്പോൾ ചില മുതലാളിമാരാവാം. അപ്പോൾ വണ്ടിയുള്ള വീടുകളാണ്, പക്ഷെ അവർക്ക് സ്ഥിരമായി ഡ്രൈവർ ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ അവർ തന്നെ ഡ്രൈവ് ചെയ്യുന്നവരായിരിക്കാം. സ്റ്റിൽ ആ സമയത്ത് ചിലപ്പോൾ അവർക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ അത്യാവശ്യമായിട്ട് എമർജൻസികളൊക്കെ വരുന്ന സമയങ്ങളിൽ അവർക്ക് ഡ്രൈവർമാർ ആവശ്യമായിട്ട് വരും. അവിടെയാണ് നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കിടക്കുന്നത്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള സഡൻലി വരുന്ന അല്ലെങ്കിൽ എമർജൻസിയിൽ വരുന്ന ഡ്രൈവർമാരെ ആവശ്യമായിട്ട് വരുന്ന ആളുകൾക്ക് നമ്മൾ ഒരു ആക്ടിങ് ഡ്രൈവറായിട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവരെവിടേക്കാണോ പോകാൻ അവർക്ക് ആവശ്യം അവിടെ നമ്മൾ പോവുക, നമ്മൾ പൈസ മേടിക്കുക, നമ്മൾ വരിക, അത്രേ ഉള്ളൂ നമ്മളെ പരിപാടി. നമ്മൾ ഒരിക്കലും സ്ഥിരമായിട്ടില്ല, പിറ്റേ ദിവസം നമ്മൾ വേറെ ആരെങ്കിലും പോവുക. അപ്പോൾ ഇങ്ങനെ ആക്ടിങ് ഡ്രൈവറായിട്ട് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്
നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇതുപോലെ ചെറിയ രീതിയിലുള്ള ഒരു നോട്ടീസ് അടിക്കുക. നമ്മൾ കണ്ടിട്ടില്ല, ചെറിയ വില്ല ഫോർ സെയിൽ, ഫ്ലാറ്റ് ഫോർ സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ ആഡിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നോട്ടീസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതുപോലുള്ള നോട്ടീസുകൾ അടിച്ചിട്ട് നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശമായിട്ടുള്ള ടൗൺ ബേസ് ചെയ്തിട്ടും ഫ്ലാറ്റുകളുള്ളിടത്തും വില്ലകളുള്ളിടത്തും എവിടെയൊക്കെയാണ് ക്രൗഡ്, അതുപോലെ ബാറ് വരുന്ന ഭാഗങ്ങളിൽ ബാറിൻ്റെ സൈഡിൽ ആയിട്ട്, അതേപോലെ തന്നെ ഹോട്ടലുകൾ, ടൂറിസ്റ്റ് ഈ ട്രാവൽസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അതേപോലെ ട്രാവൽസിൻ്റെ അടുത്തും, അതുപോലെ വില്ല പ്രൊജക്റ്റുകളൊക്കെ നടക്കുക, വില്ലകളൊക്കെ ഒരുപാട് വില്ലകളൊക്കെ ഉള്ള സ്ഥലങ്ങളിലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ, ഫ്ലാറ്റുകളുള്ള സ്ഥലങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ, ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഓഫീസുകൾ, ഇതുപോലുള്ള സ്പോട്ടുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലത്തെ നോട്ടീസുകൾ നമ്മൾ ഒട്ടിക്കണം. അവിടെ എഴുതേണ്ടത് കോൾ ഡ്രൈവർ എന്നുള്ള സംഭവം. അതിൽ നമ്മുടെ വാട്സപ്പ് നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറോ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഒരു കോൾ ഡ്രൈവർ എന്നുള്ള ഒരു പോസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യാം. എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നോർമലി ഒരാൾ, എനിക്ക് പെട്ടെന്ന് എനിക്കിപ്പോൾ ഒരു ഡ്രൈവർ ആവശ്യമായിട്ട് വരുന്നുണ്ട്, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ പ്രായമായിട്ടുള്ള ഒരാളാണ്, എൻ്റെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കൾ അല്ല പ്രായമുള്ള ആളുകൾക്ക് ഒരു സ്ഥലം വരെ പോകണം, നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു ഡ്രൈവർ ആവശ്യമുണ്ട്. നേരെ നമുക്ക് ഈ കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ആരാണോ ആ ഡ്രൈവർ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുള്ളത്, ആൾ നേരെ അവിടെ പോകുന്നു, വണ്ടി എടുക്കുന്നു, അവരെ എവിടെയാണോ കൊണ്ടുപോകേണ്ടത് അവിടെ കൊണ്ടുപോവുക, കൊണ്ടാക്കുക, തിരിച്ച് അവരാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പൈസ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് വരും. ഇതാണ് നമ്മുടെ പരിപാടി. ഓക്കെ, അപ്പം നമ്മൾ കോൾ ഡ്രൈവർ എന്നുള്ള രീതിയിൽ, ആക്ടിങ് ഡ്രൈവർ എന്നും പറയും, കോൾ ഡ്രൈവർ എന്നും പറയും. അപ്പോൾ കോൾ ഡ്രൈവർ ഇൻ തൃശ്ശൂർ, അല്ലെങ്കിൽ കോൾ ഡ്രൈവർ ഇൻ കോഴിക്കോട്, കോൾ ഡ്രൈവർ ഇൻ എറണാകുളം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഇതിൻ്റെ പോസ്റ്റുകൾ നമുക്ക് ഡിസൈൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെയുള്ള ഓരോ പോസ്റ്റുകൾ തയ്യാറാക്കിക്കൊണ്ട് നമ്മൾ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റോറി ആയിട്ടും സ്റ്റാറ്റസ് ആയിട്ടും പോസ്റ്റുകളായിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ ഇട്ടുകൊടുക്കുക. ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് എന്ത് ചെയ്യും? കോളുകൾ വന്നുകൊണ്ടിരിക്കും, ഡ്രൈവർമാർ ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പം നോർമലി നമ്മൾ ഇത്രയും പോസ്റ്റുകളും ഇത്ര സ്റ്റാറ്റസുകളും റീൽസൊക്കെ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ഒന്നിലധികം കോൾസ് വരാൻ സാധ്യതയുണ്ട്. ഒരേ ടൈമിൽ ഒന്നിലധികം കോൾസുകൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു കോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കൊരു വർക്ക് എടുക്കാം, നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മളാണ് ഇത് ഒട്ടിച്ചിട്ടുള്ളത്, അപ്പോൾ നമ്മൾ കോൺടാക്ട് നമ്പറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഒന്നിലധികം കോളുകൾ വരാൻ തുടങ്ങുന്ന ഒരു സമയം വരും, എന്തായാലും, ചിലപ്പോൾ അല്ല, എന്തായാലും ഒന്നിലധികം കോളുകൾ ഒരേ സമയത്ത് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? അവിടെയാണ് നമ്മൾ ഇതിനൊരു ബിസിനസ് ഫോർമാറ്റിൽ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യം വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതുപോലെ നമ്മൾക്ക് ഡ്രൈവിംഗ് അറിയാം, നമ്മൾ മറ്റു ജോലികളും കാര്യങ്ങളൊന്നും ശരിയാവാതെ നടക്കുന്നവരാണ്, നമ്മൾ ബിസിനസ് ചെയ്യാതെ നടക്കുന്നവരാണ്. അപ്പം ഇങ്ങനെ നടക്കുന്ന നമ്മൾ ഇത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള മറ്റാളുകൾ, നമ്മുടെ സുഹൃത്തുക്കളാവാം, നമ്മൾ അറിയുന്ന മറ്റാളുകളാവാം, ഇല്ലെങ്കിൽ അറിയാത്ത ആളുകളെ തന്നെ നമ്മൾക്ക് ഇതിലേക്ക് ഹയറിങ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഡ്രൈവേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ അതുപോലെ ഡ്രൈവിംഗ് അറിയുന്ന ആളുകളെ വെച്ചുകൊണ്ട് നമ്മൾക്ക് ചെറിയ രീതിയിൽ ഒരു 15 മുതൽ 25-30% വരെയുള്ള ഒരു കമ്മീഷൻ നമ്മൾ ഈടാക്കിക്കൊണ്ട് നമ്മൾക്ക് ആ ഒരു ഡ്രൈവറെ നമ്മൾക്ക് വരുന്ന കോൾ കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മൾക്ക് വിടാം അവരെ. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ബിസിനസ് പ്ലാൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആകെ ഇതിന് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മൾ ചെറിയൊരു പോസ്റ്റർ സെറ്റ് ചെയ്യുക. കോൾ ഡ്രൈവർ, അല്ലെങ്കിൽ കോൾ ഡ്രൈവർ അവൈലബിൾ, അല്ലെങ്കിൽ കോൾ ഡ്രൈവർ ഇൻ കാലിക്കറ്റ്, ഏത് രീതിയിലാണ് നിങ്ങൾക്ക് അതിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ആക്ടിംഗ് ഡ്രൈവറാണ്, ഓക്കെ, നിങ്ങൾക്ക് എന്നെ വിളിക്കാം, ഡേ നൈറ്റ് സർവീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലി ഡേ സർവീസ് കൊടുക്കാം, ഏത് രീതിയിലുള്ള സർവീസ് കൊടുക്കാം. ഓൺലി ലോക്കൽ സർവീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്ഡോർ സർവീസും പ്രൊവൈഡ് ചെയ്യാം, നിങ്ങൾ ലോങ് സർവീസൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് രീതിയിലുമാണെങ്കിലും നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കംഫർട്ടായിട്ടുള്ളത്, നിങ്ങൾക്ക് എത്ര ദൂരം വരെ യാത്ര പോകാൻ കഴിയും, അപ്പോൾ അത്രയും ദൂരം വരെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കോൾ ഡ്രൈവർ എന്നുള്ളൊരു പോസ്റ്റിലൂടെ മാത്രം നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പൈസ അല്ലെങ്കിൽ ഒന്നും ചിലവാക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന സംഭവമാണ്. തീർച്ചയായിട്ടും ഏകദേശം ഇതിൻ്റെ ഒരു കണക്ക് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് സ്ഥിരമായിട്ടൊരു ഓട്ടോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 19,000 രൂപ നമുക്ക് മാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾക്ക് ഒരു ട്രാവൽ ഏജൻസിയൊക്കെ ആയിട്ട് ചെറുതായിട്ടൊരു ലിങ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അവിടെയും ഇതുപോലെ ഡ്രൈവർ ഇല്ലാത്ത വണ്ടികളുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ടും പോവാം. ഇതിനിടയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ഡ്രൈവർ വാക്കൻസികൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്.
പക്ഷെ അത് നിങ്ങളുടെ താല്പര്യമാണ്. സ്ഥിരമായിട്ട് ഒരാൾ അണ്ടറിൽ നിങ്ങൾ ഡ്രൈവറായിട്ട് കയറണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അത് ഓരോരുത്തരെ ഇതിനനുസരിച്ചിട്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു പരിപാടിയില്ലെങ്കിൽ കേട്ടോ, നമുക്ക് ഡ്രൈവിംഗ് അറിയാം, എന്നാൽ നമുക്കൊരു ജോബില്ല, വേറെ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല, ഇപ്പോൾ സ്പെഷ്യലി നമ്മൾ ബിസിനസ് ഒന്നും ചെയ്യണില്ല, അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കണേ എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കോൾ ഡ്രൈവർ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 500 രൂപ നോട്ടീസ് അടിക്കാൻ വേണ്ടി വരും. ആ ഒരു ചിലവും ആ ഒരു നഷ്ടമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. പക്ഷേ നിങ്ങൾക്കത് 100% ഗുണം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ. അടുത്ത വീഡിയോയിൽ ഒരു കിടിലൻ ഐഡിയ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.